ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷാപ്പിലെ മീൻ കറിയും കപ്പയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചൂരയാണ് നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. ഒരു 2 കിലോ വരുന്ന ചൂരയാണ്. നമുക്കപ്പം ഷാപ്പിലെ മീൻ കറി ഉണ്ടാക്കാം. നമുക്ക് ഈ മീൻ ആദ്യം വൃത്തിയാക്കാം. നമുക്ക് അതിന് മുമ്പ് കുറച്ച് ഉപ്പിട്ട് ഇതിൻ്റെ ചിതമ്പലൊക്കെ ഒന്ന് കളയണം. നമ്മളിപ്പോൾ ഇത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കാം. നമുക്കപ്പോൾ അടുപ്പ് കത്തിക്കാം. അടുപ്പ് ഏകദേശം നന്നായിട്ട് കത്തുന്നുണ്ട് നമുക്കപ്പോൾ ഷാപ്പിലെ മീൻ കറി ഉണ്ടാക്കാം. നമ്മൾ ആദ്യമായിട്ട് ചൂര നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 150 ഗ്രാം കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 2 വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 10-12 പച്ചമുളക് 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒരു 300 ഗ്രാം വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മുളക് പൊടി നമ്മൾ ആവശ്യത്തിനാണ് ഇടുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഉലുവ ആവശ്യത്തിന് നമ്മളിടും. കടുകും ആവശ്യത്തിനിടും. ഇത് കുടംപുള്ളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ്. കറിവേപ്പില ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോകാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഉരുളി അടുപ്പിലേക്ക് വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ഉലുവയാണ് നമ്മളിപ്പോൾ ഇടുന്നത്. കടുക് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ഇടുകയാണ്. കൊച്ചുള്ളി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇടയാണ്. അടുത്തത് വെളുത്തുള്ളി. അടുത്തത് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇതിലിടയാണ്. നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുന്നു. ഒന്ന് വറവായി വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. മുളകും മഞ്ഞളും നമ്മൾ കലക്കി വെച്ചേക്കുകയാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുടംപുള്ളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് നമ്മളിപ്പോൾ ഇടുകയാണ്. പിന്നെ ഉപ്പുണ്ടാന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇത് ഇനി നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്ക് അടച്ചു വയ്ക്കാം. തിളച്ച ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മീൻ കഷ്ണം ഇടാൻ പോവുകയാണ്. മീൻ കഷ്ണം ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് അടച്ചു വയ്ക്കാം. പക്ഷെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടെ നന്നായിട്ട് വേണ്ടിട്ട് നമുക്കിത് പുറത്തെടുക്കാം. ഓക്കെ അല്ലേ? കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിലിടുകയാണ്.
നന്നായിട്ട് തിളച്ച് സെറ്റായിട്ടുണ്ട്. നമുക്കിനി മീൻകറി താഴോട്ട് എടുത്ത് വയ്ക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കപ്പയും മീൻകറിയും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കപ്പോൾ കഴിച്ചു നോക്കാം. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. നല്ല എരിവൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് മക്കളെ? കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. നല്ല എരിവൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല എരിവുണ്ട്. അതിനനുസരിച്ച് നല്ല ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് കഴിച്ചു നോക്കണം. അപ്പോൾ ഇനിയൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ വിഷ്ണു GS ക്യാമറമാനൊപ്പം ജീവൻ തമ്പി ബൈ.